ഹലോ, കോഴിക്കോട് ഭാഗത്ത് ഒരു കാതുകുത്ത് കല്യാണം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കിയാലോ. ഇതിന്റെ മോളുടെ കാതുകുത്ത് കല്യാണം കേട്ടോ. അതാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറേ ആയി ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഈ റെന്റലും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് തലേന്നാട്ട് പോയി വാങ്ങിയിട്ടുള്ളത്. സംഭവം നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ ഇത്രക്ക് അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം എൻ്റെ മോള് നടന്ന ഭയങ്കര വാശിക്കാരിയാണ്. പക്ഷെ എന്നിട്ട് അവള് നല്ല അടിപൊളിയിൽ നിന്നൊക്കെ തന്നു. ഭയങ്കര ഒരുങ്ങാനൊക്കെ നല്ല രീതിയിൽ നിന്ന് തന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് നമ്മള് സാധാരണ അവര് പിടിയുള്ള ആള് നമുക്ക് ഒരു ചൂടെടുക്കുന്ന സൈസ് ഒരു വലിയതൊക്കെയാണ് തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, സാധാ ടൈപ്പ് നമ്മുടെ ഒപ്പനക്കൊക്കെ ഉണ്ടാകുന്ന തന്നാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് ബ്ലൗസ് കുറച്ച് വലുതാണ്, പക്ഷെ എന്നാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു. മാറ്റിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഓർണമെന്റ്സ് ഞാൻ കുറെ വാങ്ങിക്കണം എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ചോദിച്ചു ഇപ്പൊ അങ്ങനെ ഗോൾഡ് ഇല്ലല്ലോ, ഗോൾഡിനൊക്കെ വില കൂടിയത് കൊണ്ട് നമുക്ക് 2 എണ്ണം മതി. ഒരു കാശിമാലയും ഒരു നെക്ലേസും പിന്നെ ഒരു വള, ഒരു നെറ്റിച്ചുട്ടി, പിന്നെ ഒരു അരഞ്ഞാണം അരപ്പട്ട, അങ്ങനെ എന്താ പറയാ അതും ഇട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ നല്ല ഒരു കാണാൻ ഭയങ്കര ഷോ കൊടുക്കുന്നത് വാങ്ങിയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. കുറേ ഒന്നും വാങ്ങേണ്ടി വന്നില്ല, എല്ലാം ഒറ്റ സെറ്റേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ആറ്റിക്കലൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളിയിൽ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ റിലേറ്റീവ്സ് എല്ലാവരും കൂടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്രോഗ്രാമിന് വലിയൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഹസ്ബൻഡ് സർപ്രൈസ് ആക്കി വന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടി ആയപ്പോൾ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാതുകുത്ത് കല്യാണത്തിന് കൂടുതലും നമ്മൾ കുട്ടികളാട്ടോ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം കുട്ടികളുടെ പരിപാടിയാണല്ലോ. അപ്പം നമ്മൾ കൂടുതലും റിലേറ്റീവ്സിൽ കുട്ടികളെയാണ് നമ്മൾ പിക്ക് ചെയ്ത് വിളിച്ചിട്ട് നമ്മൾ കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഒപ്പന പാട്ടൊക്കെ ആയപ്പോൾ നല്ല അടിപൊളി. പിന്നെ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇന്നലെയോ മെനഞ്ഞാന്നോ കഴിഞ്ഞെന്ന്. അല്ലട്ടോ, 2 ആഴ്ച മുന്നേ, മിനിമം ഒരു 3 ആഴ്ച മുന്നേ കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണിത്. എനിക്കിത് അപ്ലോഡ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റ് ബിസിയൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. സംഭവം നല്ല കളറായിരുന്നു. എന്നോട് എല്ലാവരും റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ നീ യൂട്യൂബിലൊന്നും ഇട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് സ്റ്റോറിയൊക്കെ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാതുകുത്ത് കല്യാണം അങ്ങനെ കുട്ടികൾക്ക് കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫ്രണ്ട്സുകൾ തന്നെ. അപ്പം നമ്മള് കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ട്. പിന്നെ പുറത്തുള്ള ആൾക്കാർക്ക് അറിയുമോന്ന് അറിയില്ല. ഹസ്ബൻഡിന്റെ ദുബായിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു, അതിൽ പല രാജ്യത്തുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ കഴിക്കുമോ കാതുകുത്ത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കും. പണ്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളെ ഉമ്മാമ്മമാരൊക്കെ പറയപ്പെടുന്നത്. പണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് കാതുകുത്ത് കല്യാണം പിന്നെ ആൺകുട്ടികൾക്ക് സുന്നത്ത് കല്യാണം ഇങ്ങനെ ഗ്രാൻഡാക്കി കഴിച്ചു. പിന്നെ കുറെ കാലം നമ്മളിതൊന്നും കഴിച്ചില്ല. ഇപ്പൊ പിന്നെയും ട്രെൻഡിങ്ങിൽ ഇതൊക്കെ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് സംഭവം കളറായിരുന്നു. പിന്നെ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ മുപ്പത്തി ഭയങ്കര സന്തോഷമായി. ഗിഫ്റ്റൊക്കെ ഇങ്ങനെ വാങ്ങാന്നല്ലാണ്ട് ആർക്കും കൊടുക്കുന്നില്ല. ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം കേക്ക് കട്ടിങ്ങിലേക്ക് പോയിട്ടോ. സ്റ്റോറി ഒക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് എവിടുന്നാണ്. കേക്ക് നമ്മുടെ റിലേറ്റീവ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കൊയിലാണ്ടിയുള്ള ടീമാണ്. അടിപൊളി കേക്കായിരുന്നു. ഡ്രസ്സ് ഒരു സിൽവർ റെഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അതേപോലുള്ള ഒരു സിമ്പിൾ വർക്ക് ചെയ്തു തരണമെന്ന്. പിന്നെ നമ്മൾ ഒറിജിനൽ ഗോൾഡൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കേക്ക് കട്ട് ചെയ്തു. പിന്നെ കാത് കുത്തുന്ന സമയത്ത് ചെറിയൊരു പണി കിട്ടിട്ടോ. ഞാൻ മെയിനായിട്ട് വീഡിയോ എടുത്ത് അത് പറയാൻ വിട്ടുപോയി. ഈ ചില ആളുകൾക്ക് ഈ റോൾഡ് ഗോൾഡ് അലർജി ഉണ്ടാകും. കാരണം അവർ ആദ്യം കാത് കുത്തി തരിക മറ്റേ സാധാ ഗോൾഡ്, ഒറിജിനൽ ഗോൾഡ് അല്ല മറ്റേ ഗോൾഡ് വെച്ചിട്ടാണ്. അപ്പം അലർജി വരും. മൂക്ക് അലർജി വന്നു. ആദ്യം ഒരു കാതിലിന് അലർജി വന്നു, പഴുത്തു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പൊട്ടിച്ചെടുത്തു. രണ്ടാമതും കാതിലിന് പഴുപ്പ് വന്നു. ഇപ്പം സ്റ്റിൽ കാതിലൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇത് കുത്തുന്നവർ ശ്രദ്ധിക്കുക. മാക്സിമം ഗോൾഡിനെ കൊണ്ട് തന്നെ ചെയ്തു തരുമെന്ന് ചോദിച്ചു നോക്കിയാൽ മതി. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.